ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ ഉൾപ്പെടുത്തിച്ചുകൊണ്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിനചര്യ നോക്കാം. കുറേ കാലം മുൻപ്, അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച് ഏകദേശം അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട, അഫർമേഷൻസ്, സ്വിച്ച് വേർഡ്സ്, സ്ക്രിപ്റ്റിങ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇതൊക്കെ നിത്യജീവിതത്തിൽ എങ്ങനെ ഒരു അടുക്കും ചിട്ടയോടും കൂടി ഉപയോഗിക്കാം, എങ്ങനെ ഇതെൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്നിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഇതിലൂടെ എങ്ങനെ നേടിയെടുക്കാം, ടൈമിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് മനസ്സിൽ വന്നു. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമല്ലോ, നേടിയെടുക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കി. ആദ്യം ഒക്കെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യില്ല, എന്നാലും പറ്റുന്നിടത്തോളം ചെയ്തു. പിന്നെ പിന്നെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ശരിക്കെന്നെ വിജയിക്കാൻ പഠിപ്പിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വിജയങ്ങളെ ആകർഷിച്ച് നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ദിനചര്യയാണിത്. ഇന്നും ഞാനിത് എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും മൂല്യവത്തായ പ്രാക്ടീസുകളാണ്. നമ്മളിൽ തന്നെ വളരെ ക്വാളിറ്റികൾ, വളരെ നല്ല നന്മകൾ നിറയ്ക്കുന്ന, നമ്മളെ വിജയിക്കാൻ പഠിപ്പിക്കുന്ന, സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയ ഒരു ജീവിതത്തെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസുകളാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിലെ പ്രാക്ടീസുകൾ. അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനചര്യ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്താണ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞു തരാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ചെയ്തോളൂ. അപ്പോൾ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അതുപോലെ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫ്രീ ആണ്. അതിൽ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദിനചര്യയിലേക്ക് വരാം. ആദ്യം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ജീവിതത്തിലൊരു ലക്ഷ്യം വേണം. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു 5 ലക്ഷ്യങ്ങളെങ്കിലും എഴുതി വയ്ക്കുക. പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ 2025 നേടിയെടുക്കേണ്ട ഒരു 5 ലക്ഷ്യങ്ങളെങ്കിലും എഴുതി വയ്ക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ്, സ്വിച്ച് വേർഡ്സ് ഇതെല്ലാം സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അതുപോലെ വിഷൻ ബോർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ, അതായത് ഈ ഒരു 2025 2026 നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട പ്രധാന കാര്യങ്ങളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ടുള്ള ഒരു വിഷൻ ബോർഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. ഞാൻ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പറ്റുമെങ്കിൽ ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ച് മറ്റൊരു വീഡിയോ കൂടെ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിഷൻ ബോർഡ് ശരിക്കും പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതായത് ഈ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പിക്ചറിലൂടെ നമ്മൾ ദിവസവും അത് കണ്ട് ആവർത്തിച്ച് കാണുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഓക്കെ. ഒട്ടിക്കുന്ന പിക്ചർ ചിലപ്പോൾ നമ്മുടേതായിരിക്കില്ല, വേറെ നമ്മൾ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പിക്ചേഴ്സാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നിരന്തരമായിട്ട് കണ്ട് നമ്മളിലേക്ക് അത് ആകർഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ലക്ഷ്യം നമ്മൾ എഴുതി തയ്യാറാക്കണം. അതിനുള്ള അഫർമേഷൻസ്, സ്വിച്ച് വേർഡ്സും ഒക്കെ എഴുതി സെറ്റ് ചെയ്ത് വയ്ക്കുക. വിഷൻ ബോർഡ് തയ്യാറാക്കുക. ഓക്കെ. ഇനി നമുക്ക് ഡെയിലി റുട്ടീനിലേക്ക് വരാം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ്, അതായത് കണ്ണ് ഒരു ബോധം വരുമല്ലോ, അന്നേരം ഇന്നത്തെ ദിവസം ആയുസ്സോടെ ആരോഗ്യത്തോടെ അനുഗ്രഹിച്ച് നൽകി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്ടദേവനെ വിളിച്ച് ഓർത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. അതും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി തന്നെ പറയുക, ഇന്നത്തെ ദിവസവും എനിക്ക് നൽകി അനുഗ്രഹിച്ചതിന് നന്ദി. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അടുത്ത കാലത്ത് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കും. ഒരു സിനിമാ കഥ പോലെ നടക്കുന്നു. അതിപ്പോൾ നിങ്ങൾ എത്ര സന്തോഷത്തിലായിരിക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ എത്ര സന്തോഷമായിരിക്കും. അതൊരു ഫങ്ഷൻ
മെഡിറ്റേഷൻ നടത്തിക്കുന്നതാണെങ്കിൽ അവിടെ വിളമ്പുന്ന ആ ഒരു പലഹാരത്തിൻ്റെ രുചി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗന്ധം, ഇതെല്ലാം, അതായത് ഈ ഇപ്പോൾ ഹൗസ് വാമിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോ പെയിൻറ്റിൻ്റെയും ഒക്കെ മണം, അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് ചെയ്ത് പോവുക. ചിലർക്ക് അത്രയും പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെക്കൊണ്ട് പറ്റും, അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് നടക്കുന്ന ഒരു രംഗങ്ങൾ നമ്മളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ചെറുതായിട്ട് ചെയ്താലും മതി. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻ പറയുക. ഞാൻ ആഗ്രഹിച്ച പോലൊരു വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചതിന് നന്ദി. ഞാൻ ആഗ്രഹിച്ചതുപോലെ 2025-26 എനിക്ക് ഗവൺമെൻറ് സർവീസിൽ നിയമനം ലഭിച്ചതിന് നന്ദി. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾ കുറേ തവണ അഫർമേഷനായിട്ട് പറഞ്ഞാലും മതി. കാരണം വിഷ്വലൈസേഷൻ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് നല്ല ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ, ഒരുപാടല്ല, ഒരു 3 തവണ നല്ല ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് നമസ്കരിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യമാണിത്. എന്നെ താങ്ങി നിർത്തുന്ന ഭൂമി ദേവിക്ക് നന്ദി എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ നേരെ വിഷൻ ബോർഡിൽ നോക്കണം. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിഷൻ ബോർഡിൽ ഓരോ പിക്ചേഴ്സും ഇങ്ങനെ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുക. ഇതെൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ, സന്തോഷത്തിൽ അതിൽ ഓരോ പിക്ചേഴ്സും ഒന്ന് നോക്കുക. ഓക്കെ. അത് കഴിഞ്ഞാൽ നേരെ മിററിൻ്റെ അടുത്തേക്ക് വരിക. ഓക്കെ. എന്നിട്ട് പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയേ മിററിൽ നോക്കാവൂ. നിങ്ങളെ വിഷ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആദ്യത്തെ രൂപം നിങ്ങളുടെ പുഞ്ചിരിച്ച മുഖമായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രിയ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ ഗുഡ് മോർണിംഗ് പ്രിയ, ഇന്ന് നിനക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരിക്കും. പിന്നെ നിങ്ങൾക്കന്ന് നേടിയെടുക്കേണ്ട അത് കൃഷ്ണമണി നോക്കി തന്നെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി പറയുക. നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നെക്കൊണ്ടത് സാധിക്കും. ഇന്ന് നീ അത് മുഴുവനും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നീ ചെയ്തു തീർക്കും എന്ന് നമ്മൾ മിററിനോട് പറയുക. ഇനി നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഗോളില്ലേ, അതും നിനക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും, നിനക്കതിനുള്ള കഴിവുണ്ട്, നിനക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് മടിയൊക്കെ തോന്നും, പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് മിറർ പ്രാക്ടീസ്. ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുത്തതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, മിറർ പ്രാക്ടീസ് വളരെ പവർഫുള്ളാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒരു കപ്പ് വെള്ളം എടുക്കുക. നിങ്ങളൊന്ന് ഫ്രഷ് ആകും, മുഖമൊക്കെ കഴിയൊന്ന് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് വരിക. നിങ്ങൾക്ക് ഗോൾ ലിസ്റ്റ് എഴുതുന്ന ബുക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് എഴുതുന്ന ബുക്ക് അതെടുത്തിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിംഗ് മനസ്സിൽ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഗോൾ ലിസ്റ്റിലെ ഓരോ ഗോളും ഇങ്ങനെ മറിച്ച് നോക്കുക. അപ്പോൾ രാവിലെ തന്നെ ഈ വെള്ളം സിപ്പായിട്ട് ഓരോ സിപ്പായിട്ട് കുടിച്ചുകൊണ്ട് ഇത് മെല്ലെ മെല്ലെ വായിക്കുക. ഒരുപാട് നേരം വേണ്ട, ഈ വെള്ളം മെല്ലെ കുടിച്ചിട്ട് അത് തീരുമ്പോൾ നിങ്ങൾ ഈ ഗോൾ ലിസ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് വായിക്കുന്നത് നിർത്തുക. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആദ്യം ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുക. ഏതെന്ന് വെച്ചാൽ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരൻ നൽകിയിട്ടുള്ള കാര്യങ്ങൾക്കൊരു 10 കാര്യങ്ങൾക്ക് അത് എനിക്ക് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ എൻ്റെ വീടിന്, നമ്മൾ പറയില്ലേ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി, കുടിക്കുന്ന ജലത്തിന് നന്ദി, മാതാപിതാക്കൾക്ക് നന്ദി, ഞാൻ താമസിക്കുന്ന വീടിന് നന്ദി, എൻ്റെ വാഹനങ്ങൾക്ക് നന്ദി, ഞാൻ ശ്വസിക്കുന്ന ഇങ്ങനെ നമുക്ക് ഉള്ളതിന് അത്രത്തോളം മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകി ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ഉള്ള കാര്യങ്ങൾക്ക് എഴുതിയിട്ട് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അത് അവസാനത്തെ ഒരു 4-5 കാര്യം എനിക്കിനി നേടിയെടുക്കേണ്ട കാര്യം നേടിയെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചതിന് നന്ദി, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വാഹനം എനിക്ക്, ആ വാഹനം ഏതാണെന്ന് വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിച്ചൊന്ന് എഴുതുക കേട്ടോ. സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചതിന് നന്ദി. ഈ അഫർമേഷൻ ഈ രാത്രി അവസാനം എഴുതുന്ന അഫർമേഷൻസ് എന്ന് നിങ്ങൾക്ക് അത് തന്നെ ആവർത്തിച്ചെഴുതാം കേട്ടോ. എഴുതിയില്ലെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, എഴുതുന്നത് നല്ലതാണ്. ഇപ്പോൾ ആദ്യം എഴുതുന്ന അഫർമേഷൻ അല്ല, ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം എഴുതുന്ന ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുള്ള കാര്യങ്ങളായിരിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളും കൂടെ ചേർത്ത് വരുമ്പോൾ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകുന്ന ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. നിങ്ങൾക്കും അത് സൗകര്യാർത്ഥം ചെയ്യാം, ഈ തരത്തിൽ പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ വളരെ
ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി ഒരു 10 ടു 15 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾക്കറിയാവുന്നുള്ള രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള മെഡിറ്റേഷൻ എടുക്കുക. മെഡിറ്റേഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ അവസാനം നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പം മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോവുക, വീടിൻ്റെ പുറത്ത്. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്ത് പോയിട്ട് പ്രകൃതിക്ക് നന്ദി പറയുക. ഓക്കെ, നമുക്ക് സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല, നിസ്വാർത്ഥമായിട്ട്, അതായത് പുഴകൾക്ക്, നദികൾക്ക്, മലകൾക്ക്, മഞ്ഞുതുള്ളിക്ക്, മഴത്തുള്ളിക്ക്, ഓരോ ചെടികൾക്ക്, പക്ഷി മൃഗാദികൾക്ക്, ഇങ്ങനെ നമ്മളുടെ ഈ പ്രകൃതിക്ക് ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒഴിവാക്കുകയോ ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തിരികെ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് സൗഭാഗ്യങ്ങളേറെ നൽകി എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീടിന് നന്ദി. ആ വീടിനെ തൊട്ട് കണ്ണി വയ്ക്കുക. അതും ഒരു എനർജിയാണ്. നമ്മൾ എങ്ങനെയാണോ അതിനെ നമ്മൾ സ്നേഹിക്കുന്നത്, അതുപോലെ ആ എനർജി നമ്മളെ സ്നേഹിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളത് ചെയ്യുക. ഒരുപാട് നമ്മളെ സംരക്ഷിക്കുകയും ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ വീട് എന്ന ആ ഒരു എനർജി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതുപോലെ ഡേ ടൈമിൽ, അപ്പോൾ ആ മോർണിംഗ് ആ പ്രാക്ടീസ് കഴിഞ്ഞു. ഡേ ടൈമിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും ഫ്രീ ടൈം കിട്ടുന്നത്, അപ്പോൾ നിങ്ങളുടെ ഗോൾസ് നേടിയെടുക്കാനുള്ള അഫർമേഷൻസും സ്വിച്ച് വേർഡ്സും എഴുതുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് എഴുതുക. ഓക്കെ, അതിന് സമയമെടുത്ത് സ്വസ്ഥമായിട്ടിരുന്നിട്ട് വേണം ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ. പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആ ആഗ്രഹം നേടിയെടുത്ത് കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ വേണം നിങ്ങൾ അഫർമേഷൻസും സ്വിച്ച് വേർഡ്സും സ്ക്രിപ്റ്റിങ്ങും ഒക്കെ എഴുതാൻ കേട്ടോ. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഓടിച്ചിങ്ങനെ നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾക്ക് മനസ്സുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഉറങ്ങാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മയക്കത്തിലേക്ക് പോവുക. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളിൽ നന്മ നിറച്ചുകൊണ്ടേയിരിക്കും. ഇതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് 1-2 കാര്യങ്ങൾ. വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു പാരഗ്രാഫെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫിസിക്കൽ എക്സസൈസ് ഇതും കൂടെ ഉൾപ്പെടുത്തിക്കുക. അത് നിങ്ങളുടെ സമയം അനുസരിച്ച് ഡേ ലൈഫ്, അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുവോളം നമ്മൾ ഒരുപാട് ചിന്തകളിങ്ങനെ കാട് കയറി പോകുന്നവരാണ്. അങ്ങനെ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഉടൻ ക്യാൻസൽ എന്ന സ്വിച്ച് വേർഡ് പറയുക. എന്നിട്ട് ക്യാൻസൽ 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 പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പോൾ നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്ത മെല്ലെ മെല്ലെ മാറിക്കോളും. നമ്മൾ അപ്പോൾ തന്നെ നെഗറ്റീവ് ചിന്ത ഒരുപാട് വരുമ്പോൾ അപ്പോൾ തന്നെ ക്യാൻസൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ അഫർമേഷൻ പറയുകയോ, അല്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് നൽകിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി, കുടിക്കുന്ന ജലത്തിന്, ഇങ്ങനെ ശ്രദ്ധയെ മാറ്റി വിട്ടു കൊടുക്കുക. ഇത്തരത്തിൽ നല്ലൊരു പ്രാക്ടീസ് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ സൗകര്യാർത്ഥം ഇതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസുകൾ ഉൾപ്പെടുത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റവും ആഗ്രഹ സാക്ഷാത്കാരം ഉണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.